ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്ന ദർശനത്തെ പറ്റി. അതായത് ദൈവങ്ങളെയായാലും നമ്മൾ പിന്നെ ചീത്ത സ്വപ്നങ്ങളും നല്ല സ്വപ്നങ്ങളും കാണും. മിക്ക ആളുകളും ദൈവങ്ങളെയൊക്കെ സ്വപ്നം കാണും. അതല്ല, ചിലർ പാമ്പിനെ സ്വപ്നം കാണും, ചിലപ്പോൾ നമ്മൾ മരിച്ച ആളുകളെ സ്വപ്നം കാണും. അപ്പോൾ അങ്ങനെ പല നേച്ചറിൽ നമ്മൾ പല സമയത്തായിട്ട് കാണും. ചില സമയം പ്രഭാതത്തിൽ നമ്മൾ സ്വപ്നം കാണാറുണ്ട്, അല്ലേ? അപ്പോൾ ആ സമയത്ത് സ്വപ്നം കാണുന്നതൊക്കെ സാധാരണ ഫലിക്കാറാണ് പതിവ്. അതുപോലെ തന്നെ നമ്മൾ ഉച്ച സമയത്തൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യില്ലേ, ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നങ്ങളും മിക്കത് ഫലിക്കാനാണ്, അതായത് പകൽ സ്വപ്നങ്ങളും ചിലപ്പോൾ ഫലിക്കാനാണ് പതിവ്. കൂടുതലും നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ, ആ ബ്രഹ്മമുഹൂർത്തത്തിൽ കാണുന്ന സ്വപ്നങ്ങളാണ് ഫലിക്കാൻ കൂടുതൽ സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ നല്ല സ്വപ്നങ്ങൾ കാണാം, അതായത് സ്വപ്നങ്ങളെ കാണാതിരിക്കാൻ നോക്കുക. അതായത് സുഖനിദ്ര, അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നിദ്രയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എന്തെങ്കിലും നല്ല കാര്യത്തിലെ പറ്റിയോ അല്ലെങ്കിൽ ചീത്ത കാര്യം, അത് എന്താണോ നിങ്ങൾ കണ്ടത് അത് നമ്മൾ ഒന്ന് ഓർത്തെടുക്കുക. മിക്കവരും അത് മറന്നു പോകാറാണ് സാധാരണ പതിവ്. പക്ഷേ ചില സമയം നമ്മളത് മെമ്മറിയിൽ അത് ഓർത്ത് വെക്കും. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ നടക്കും. പെട്ടെന്ന് നമ്മൾ ഓർക്കും, അയ്യോ ഇത് ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു എന്ന് പെട്ടെന്ന് നമ്മൾ ഓർത്തെടുക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ഓർത്തെടുക്കുന്ന സ്വപ്നങ്ങൾ, അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരു വിജനമായ ഒരു കാട്ടിലൂടെ പോകുന്നു. അപ്പോൾ ആ സമയത്ത് പാമ്പ് കടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇത് അത്ര നല്ല സ്വപ്നമല്ല. ആ പാമ്പ് കടിക്കുന്നതായിട്ടാണ് കണ്ടു കഴിഞ്ഞാൽ അത് പാമ്പുകൾ, പ്രത്യേകിച്ച് കറുത്ത പാമ്പുകളാണെങ്കിൽ വൻ ശത്രുദോഷം ഉണ്ട് എന്നതിൻ്റെ സൂചനയാണത്. അതുകൊണ്ട് അടുത്ത് തന്നെ കാവോ അല്ലെങ്കിൽ നമ്മുടെ വെട്ടിക്കോട്ട അമ്പലത്തിലോ മണ്ണാർശാലോ എവിടെയെങ്കിലും പോയി നാഗങ്ങൾക്ക് വേണ്ടുന്ന പൂജ ചെയ്യുക, നന്നായി പ്രാർത്ഥിച്ചിരിക്കുക. ശത്രുദോഷം മാറാൻ അടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഒരു രക്തപുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ശത്രു സംഹാര പൂജയോ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും ആ ഒരു സ്വപ്നത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഫലം നിങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഭഗവാന്മാരെയൊക്കെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേർച്ചകൾ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി നമ്മൾ നേർച്ചകൾ പറയില്ലേ, അപ്പോൾ അത് എന്തെങ്കിലും വഴിപാട് മുടങ്ങിക്കിടന്നാൽ നമ്മൾ ഭഗവാന്മാരെ സ്വപ്നം കാണും. അതല്ല, നമുക്ക് എന്തെങ്കിലും നല്ലൊരു, അതായത് എന്തെങ്കിലും ഒരു നല്ല വാർത്ത കേൾക്കുക, അല്ലെങ്കിൽ ഗുരുവായൂർ കണ്ണനെ സ്വപ്നം കാണുകയാണ്. അപ്പോഴോ കണ്ണനെ സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ നിൽക്കുന്നവർ ഗുരുവായൂരൊന്ന് പോയി ഭഗവാനെ ദർശിക്കുക, ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ നോക്കുക. അതൊരു നമുക്ക് നല്ല ലക്ഷണമായിട്ടാണ് കാണുന്നത്. ഗണപതി ഭഗവാനെ നമ്മൾ സ്വപ്നം കാണുന്നു. ഗണപതി ഭഗവാനെ സ്വപ്നം കാണുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയാണ്, ഭഗവാനെ കാണുക എന്ന് പറയുന്നതിന്. അപ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ എന്തെങ്കിലും വഴിപാടുകൾ മുടങ്ങി കിടപ്പുണ്ടെങ്കിൽ അവിടെ പോയി, ഇപ്പം കൊട്ടാരക്കര ഗണപതി ഭഗവാന് അപ്പം വാർപ്പിക്കാൻ നേർച്ച നേർന്നു, അത് നമ്മൾ ചെയ്യാതെ മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ പോയി പിറ്റേന്ന് തന്നെ പോയി ഭഗവാനെ കാണുക, പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാൻ അപ്പം വാർപ്പിക്കുക, പോരുക. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും കൂടെ നമ്മൾ ഭഗവാന്മാരെ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മരിച്ച ആളുകളെ, അതായത് നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ അതിന് അങ്ങനെ അതായത് അതല്ല നമ്മുടെ അടുത്ത റിലേറ്റീവ്സോ ഒക്കെ മരിച്ചവരെ നമ്മൾ സ്വപ്നം കാണില്ലേ. അപ്പോൾ അങ്ങനെ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ധനവരവിൻ്റെ ഒരു സൂചനയാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു ധന വന്നു ചേരും എന്നതാണ്. അതുമൂലം നമ്മൾ, അതുകൊണ്ട് മരിച്ച ആളുകളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ഭയക്കേണ്ട ഒരു ആവശ്യകതയും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ച് പെട്ടെന്ന് അത് അണഞ്ഞു പോകുന്നതായിട്ട് സ്വപ്നം കാണുക, അതല്ലെങ്കിൽ ഒരു തീപിടുത്തം നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങളുടെ വീടൊക്കെ കത്തിപ്പോകുന്നതായിട്ട്, ഇതൊന്നും അത്ര നല്ല സൂചനയുള്ള നല്ലൊരു സ്വപ്നമല്ല. ഉറപ്പായിട്ടും നമുക്ക് എന്തോ ഒരു പ്രശ്നം നമ്മുടെ വീട്ടിൽ കടന്നു വരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ സന്താനങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ അത്തരത്തിലൊക്കെയുള്ള സ്വപ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്പലങ്ങളിലൊക്കെ പോയി എന്തെങ്കിലും അവരുടെ നാളിൽ പോയി നേർച്ചകൾ ചെയ്യുക, അർച്ചനയോ വഴിപാടുകളോ ഒക്കെ ചെയ്യാൻ നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു സ്വപ്നം, ഇപ്പോൾ നമ്മൾ
നല്ല വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നു, അതിൻ്റെ മുന്നിൽ ഭഗവാന്റെ മുന്നിൽ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നു. അതുപോലെ ഫലധാന്യങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ മുന്നിൽ കണിയൊക്കെ ഒരുക്കി വെക്കില്ല, അതുപോലെ അങ്ങനെ ഒരുക്കി വെച്ചതായിട്ടൊക്കെ സ്വപ്നം കാണണം. അത് നമുക്ക് നല്ലൊരു വാർത്ത, അതായത് എങ്ങനെ എവിടെ നിന്നാണെങ്കിലും നമുക്കൊരു ശുഭവാർത്ത ഉടൻ കേൾക്കും എന്നതിൻ്റെ സൂചനയാണ്, ഒരു ഐശ്വര്യ ലക്ഷണമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതായത് ഡെഡ് ബോഡി സ്വപ്നം കാണുകയാണ്. മരിച്ച ആ ഒരു ഇതിൽ ഉണ്ട്, ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, മരിച്ച് കിടക്കുന്നതായിട്ടും നിലവിളക്കും കത്തിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് സ്വപ്നം കാണുകയാണ്. ബോഡി ഇങ്ങനെ വെള്ള പുതച്ച് കിടത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തോ ഒരു രോഗമോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മുടെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്നിരിക്കട്ടെ, അപ്പോൾ അവർക്ക് ഗർഭസംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ പെട്ടെന്ന് വരും എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലൊക്കെയുള്ള സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചെക്കപ്പുകളൊക്കെ അവരെ ഒന്ന് ചെയ്യിക്കാൻ നോക്കുക. അപ്പോൾ അതൊക്കെയാണ്, ഓരോ സ്വപ്നത്തിനും ഓരോ വ്യാഖ്യാനമാണ്. പിന്നെ നമ്മൾ മഞ്ഞ കളറിൽ പാമ്പിനെയൊക്കെ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഐശ്വര്യമായിട്ടാണ് കാണപ്പെടുന്നത്. അത് വളരെ സൗഭാഗ്യം, അതായത് ഒരു ധനവരവ് നമ്മുടെ വീട്ടിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകും, സൗഭാഗ്യങ്ങൾ വന്ന് ചേരും എന്നതാണ് അതുമൂലം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വപ്ന വ്യാഖ്യാനം കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. നിങ്ങൾ കണ്ട ടൈപ്പിൽ സ്വപ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ അലട്ടുന്ന ടൈപ്പിലെ സ്വപ്നങ്ങളാണ്. അപ്പോൾ ഓരോ സ്വപ്നത്തിനും ഓരോ വ്യാഖ്യാനമാണ്. അപ്പോൾ നമ്മൾ കാണും ചിലപ്പോൾ മരിച്ച ആളുകളെ സ്വപ്നം കണ്ടു, അപ്പോൾ നമുക്ക് ഭയമൊക്കെ നമ്മൾ അല്ലേ, എൻ്റെ മുത്തശ്ശിനെ സ്വപ്നം കണ്ടു, മുത്തശ്ശിയെ സ്വപ്നം കണ്ടെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിലൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല. കാര്യം അത് നമുക്കൊരു വീട്ടിലൊരു ധനമാർഗം ഓപ്പൺ ആവുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്, അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും അതുമൂലമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. അപ്പം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സർവേശ്വരനും തരട്ടെ എന്ന് ആശംസിക്കുന്നു.